ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയെയും അതേപോലെ തന്നെ ചന്ദ്രയെയും ഫോട്ടോ എടുക്കുകയാണ് വർഷ. അപ്പോൾ ശ്രുതി ചേച്ചിയോട് ഇങ്ങനെ ചോദിക്കണം, എന്താ ചേച്ചി, ചേച്ചിക്ക് എന്താ ടെൻഷൻ മാറിയില്ലേ, ഇതെന്താ ഇത്ര ടെൻഷൻ? അപ്പോൾ ചന്ദ്ര ടെൻഷനോ, എന്താ ശ്രുതിക്ക് ടെൻഷൻ, എന്താ മോളെ ചേച്ചി? ഒന്നുമില്ല ആൻറ്റി, വർഷ ചുമ്മാ അതും പറയുക, എനിക്ക് ടെൻഷനൊന്നുമില്ല. എന്നാൽ പിന്നെ രണ്ടുപേരും നിൽക്കുക, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരെ ഫോട്ടോ എടുക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മുടെ രേവതി കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രേവതിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സങ്കടം, കാരണം രേവതിയെ മാത്രം വിളിച്ചില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ വർഷം നോക്കുമ്പോൾ രേവതി അവിടെ മാറി നിൽക്കുക. ചേച്ചി, എന്തേ ചേച്ചി മാറി നിൽക്കുന്നത്? വന്നേ, ഇങ്ങോട്ട് വന്നേ, വാ നമുക്ക് ഫോട്ടോ എടുക്കാന്നേ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാം. പക്ഷേ രേവതിയെ വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ രേവതി ആണെങ്കിൽ സന്തോഷത്തോടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതെ, നിങ്ങൾ ഫോട്ടോ എടുത്തോ, ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തത് മതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് ചന്ദ്ര പോവാ. അപ്പോഴേക്കും രേവതി എനിക്ക് മനസ്സിലായി, ഞാനിവിടെ വന്നതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും പോയത്, എൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് അവർ പോയതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതെനിക്ക് മനസ്സിലായി ചേച്ചി, അവരെന്തെങ്കിലും കാണിക്കരുത്, നമുക്കൊരു സെൽഫി എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ അടിപൊളിയായിട്ടൊരു സെൽഫി എടുക്കുകയാണ്. അങ്ങനെ കല്യാണത്തിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സച്ചിയും ബാക്കിയുള്ളവരൊക്കെ എല്ലാം ഭയങ്കര തിരക്കിൽ. നമ്മുടെ ബീരാനിക്കാണെങ്കിലോ, ബീരാനാണെങ്കിൽ അടുക്കളയിൽ നിന്ന് മാറുന്നില്ല. കാരണം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പണി വാളുമെന്ന് ബീരാന് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ ബീരാനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സച്ചി ആണെങ്കിൽ ഇനി ഏതായാലും കാര്യങ്ങളിലെ കിടപ്പൊക്കെ ശരിക്കും നോക്കണം, ഏതായാലും നല്ല രീതിയിൽ തന്നെയല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, കിച്ചണിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആയോ, എന്തൊക്കെയായെന്നൊക്കെ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ നോക്കണമെന്നും പറയാം. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര പേടി, ഇനി ആരെങ്കിലും ഈ അടുക്കളയിലോട്ട് കയറി ചെന്നാലോ എന്നുള്ളൊരു പേടി നന്നായിട്ട് തന്നെ ഉണ്ട്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീരാൻ ഉണ്ടെന്ന് നമ്മുടെ ശ്രുതിക്ക് അറിയാലോ. അങ്ങനെ സച്ചിയാണെങ്കിൽ പെട്ടെന്ന് അടുക്കളയിലല്ല നമ്മുടെ ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോയി. ഒരു കാഴ്ച കണ്ടു. ഉടനെ തന്നെ സച്ചി അവിടെ നിന്ന് ഓടുക. അവിടെ നിന്ന് ഓടി നമ്മുടെ ശ്രുതിയല്ല, നമ്മുടെ രവിയും അതേപോലെ തന്നെ ശ്രുതിയും ശ്രീകാന്തൊക്കെ വരികയായിരുന്നു. അപ്പോൾ അവർ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതെ അച്ഛൻ ഇങ്ങോട്ട് വന്നേച്ച ഒരു കാഴ്ച കാണിച്ചു തരാ അച്ഛ, അത് കണ്ട ഞെട്ടു അച്ഛ, എന്താടാ നീ ഇങ്ങോട്ട് വാ, അല്ല അച്ഛൻ ഇങ്ങോട്ട് വന്നേ കാണിച്ചു തരാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാം. അപ്പോൾ വിളിച്ചുകൊണ്ട് പോയി ഇതേ അത് നോക്കിയച്ചാ. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയും ചന്ദ്രയും വർഷയും ശ്രുതിയും ഒക്കെ ഇരുന്ന് സദ്യ കഴിക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൊള്ളാലോ, ആളും മിടുക്കികളാണല്ലോ, ഞങ്ങളാരെയും കൂട്ടാണ്ട് ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് സദ്യ തട്ടുകയാണല്ലേ. ഇത് കഴിഞ്ഞപ്പോഴേക്കും വർഷയും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ചമ്മി നിറഞ്ഞ അവസ്ഥയിലായി പോവാണ്. അത് പിന്നെ ഞങ്ങൾ ചുമ്മാ കഴിക്കുമായിരുന്നു. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിളമ്പി തന്നാലോ? അപ്പോൾ ചന്ദ്രയാണെങ്കിൽ അതെ, ആണുങ്ങൾ ഞങ്ങൾക്ക് വിളമ്പി താന്നേ, നിങ്ങളുടെ ഭാര്യമാരല്ലേ ഇരിക്കുന്നത്, അപ്പം ഞങ്ങൾക്കൊന്ന് വിളമ്പി തന്നെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. എങ്കിൽ പിന്നെ എടാ സച്ചി, ശ്രുതി പോയി അടുക്കളയിൽ പോയി സാമ്പാറും അതേപോലെ തന്നെ ചോറൊക്കെ എടുത്തുകൊണ്ട് വേടാ, നമുക്ക് ഇവർക്ക് അങ്ങോട്ട് വിളമ്പി കൊടുത്ത് ആസ്വദിക്കണം. ഇത് കേട്ട ശ്രുതി ഞെട്ടിപ്പോവാണ്. അടുക്കളയിലോട്ട് പോകുന്നു. ദൈവമേ, അവിടെ ബീരാനുണ്ടല്ലോ, പണി പാളുമല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നാലോചിച്ചിട്ട് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുക. ഒന്നും പറയാനും പറ്റൂല. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഞാൻ അടുക്കളയിലോട്ട് പോകാനോ? ഞാൻ അടുക്കളയിലോട്ട് പോകുന്നില്ല. അതെന്താണ് നീ അടുക്കളയിലോട്ട് പോയാൽ? അതെ, ഞാനൊരു ബിസിനസ് മാഗ്നറ്റാ, ഞാനൊക്കെ അടുക്കളയിൽ പോയി സദ്യയൊക്കെ വിളമ്പുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായ കാര്യമാണ്. എന്നെപ്പോലൊരു ബിസിനസ്മാന് അങ്ങനെ അടുക്കളയിൽ കയറി ജോലിയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. എടാ കൂടുതൽ ഡയലോഗ് അടിക്കാതെ പോടാ, അവൻ്റെ ഒരു ബിസിനസ് മാഗ്നറ്റ് നിന്നെ ശരിയാക്കിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അച്ഛാ, എന്താ അച്ഛാ ഞാൻ പറയുന്നൊന്നും കേൾക്കാത്ത നീയേ കൂടുതൽ പറയാതെ നിൻ്റെ ഭാര്യയ്ക്ക് വിളമ്പി കൊടുക്കാനല്ലേ, നീ പോയി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും അതേപോലെ തന്നെ ശ്രുതിയും ശ്രീകാന്തും കൂടി അടുക്കളയിലോട്ട് കയറിച്ചില്ല. അപ്പോൾ അടുക്കളയിലോട്ട് ഇവർ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബീരാനാണെങ്കിൽ പേടിച്ചു പോയി. ബീരാനാണെങ്കിൽ ഓടിച്ചെന്ന് കസരയിൽ ഇങ്ങനെ ഇരുന്ന് പത്രം എടുത്തിങ്ങനെ മറച്ചു പിടിക്കുക, എന്തോ വായിക്കുന്നത് പോലെ കാണിക്കുകയാണ്. അപ്പോൾ ചേട്ടാ, ഞങ്ങൾക്കേ കുറച്ച് ചോറും സാമ്പാറൊക്കെ വേണം. അയ്യോ, ഞങ്ങൾ വിളമ്പിത്തരാം, നിങ്ങളവിടെ പോയിരുന്നോ, വിളമ്പാനല്ലേ ഇവിടെ ആൾക്കാരുള്ളത്, പിന്നെന്തിനാ വന്നത്? അയ്യോ അതുകൊണ്ടല്ല ചേട്ടാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാർക്ക് തന്നെ വിളമ്പി കൊടുക്കാനാണേ, അതുകൊണ്ടാ എന്ന് പറയണം. അത് ശരി, ഭാര്യമാർക്ക് വിളമ്പി കൊടുക്കാനാണല്ലേ, എങ്കിൽ പിന്നെ അതെടുത്തുകൊണ്ട് പോയിക്കോ, ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരുത്തൻ ഇങ്ങനെ മുഖവും മറച്ചു വെച്ചിരുന്ന് പത്രം വായിക്കുന്ന സീനാ കാണുന്നത്. വേറൊരു ന്യൂസ് കണ്ടപ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോയി. ശ്രുതിയാണെങ്കിൽ അയാളുടെ അരികിലേക്ക് ഇങ്ങനെ പതിയെ ചെല്ലുക.
വീരാനിക്കാണെങ്കിൽ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അങ്ങനെ അതിൽ ആ ന്യൂസ് വായിക്കുകയാണ് നമ്മുടെ ശ്രുതി വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും മരുമകളുടെ സ്വത്തുക്കൾ മുഴുവനും ഇളയച്ചൻ തട്ടിയെടുത്തുന്നോ? ഇതിനു മുമ്പ് ഞാൻ ഈ ന്യൂസ് വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും ഇതേ കഴിഞ്ഞ ദിവസത്തെ പത്രം, പഴയ പത്രമാണ്. അത് ശരി, പഴയ പത്രമായിരുന്നോ? അപ്പൊ സച്ചിയാണല്ലേ, ഇത് ഏത് പൊട്ടനാടാ ഈ പഴയ പത്രം ഇന്നെടുത്ത് വായിച്ചു കൂട്ടുന്നത് എന്ന് പറയാ. അങ്ങനെ പറയണ്ട, ശ്രുതി ഇനി നോക്കി നിൽക്കണ്ടേ, എടാ ഫുഡൊക്കെ ഇങ്ങ് എടുക്കടാ, കൊണ്ട് വിളമ്പി കൊടുക്കണ്ടേ? ശരിയാച്ചാ, ഇപ്പൊ തന്നെ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി അവിടെ നിന്ന് പോവാ. അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കുമാണ് ബീരാനിക്കൊക്കെ സമാധാനമായത്. എൻ്റെ ദൈവമേ, സകലത്തും പോയി. അല്ലെങ്കിൽ എന്നെ പിടിച്ചിരുന്നെങ്കിൽ അയ്യോ ഓർക്കാൻ പോലും പറ്റുന്നില്ല. സച്ചിയുടെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ എന്നെ പാപ്പടം പോലെ പൊടിക്കും. അതേപോലെ ഇപ്പോൾ വല്ലാത്തൊരു കഷ്ടകാലമാണല്ലോ. എൻ്റെ പെങ്ങളുടെ മോക്കടെ കല്യാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എനിക്കൊന്ന് ആസ്വദിക്കാനോ അവരുടെ അടുത്ത് പോകാനോ ഒന്നും സാധിക്കുന്നില്ലല്ലോ. കുറേ മാരണങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തോളും. എന്ത് ചെയ്യും ദൈവമേ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഈ ബീരാനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബീരാനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാനും പാടില്ല. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരെയും ഭക്ഷണമായിട്ട് വരികയാണ്. അപ്പോൾ ഭക്ഷണമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുക്കുക. അങ്ങനെ വിളമ്പി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതെ ഇനി വേറൊരു കാര്യമുണ്ട് എന്ന് പറയണം. അയ്യോടാ ഇനി എന്ത് കാര്യമാണ്? അതെ നിങ്ങൾ ഞങ്ങൾക്ക് ഊട്ടി തരണം. അയ്യടാ ഊട്ടി തരണം, വേറെ പണി വയ്ക്കാൻ മതി. ഊട്ടി തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് എണീക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ഈ കല്യാണം കുളമൊക്കെ ഇത് കഴിഞ്ഞപ്പോഴേക്കും എടാ സച്ചി ഇത് വല്ലാത്തൊരു പണി തന്നെയാണല്ലോ അവിടെ തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എങ്കിൽ പിന്നെ ഊട്ടി കൊടുക്കാച്ചാ. അതെ ക്യാമറമാനെ വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ക്യാമറമാൻ നിൽക്കുന്നത് കാണുകയും ചെയ്യണം. അതെ ചേട്ടാ ഇങ്ങോട്ടൊന്ന് വരാവോ എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ ഓടി ചെല്ലുക. ക്യാമറമാൻ ഓടി വരികയാണ്. എന്താണ്? അതെ ഞങ്ങൾ ഭാര്യമാർക്ക് ഊട്ടി കൊടുക്കുന്ന ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറയണം. അതിനെന്താ, തീർച്ചയായിട്ടും ഉറപ്പായിട്ട് എടുത്തേക്കാം. അച്ഛനെ ഊട്ടി കൊടുത്തോളേ. അയ്യേ ഞാനൊന്നും ഊട്ടി കൊടുക്കുന്നില്ല. എടാ നിങ്ങൾ കൊടുത്താൽ മതി, ഞാനൊന്നും ഊട്ടി കൊടുക്കുക. അയ്യടാ ഇങ്ങനെ കള്ളത്തരം കൂടുതൽ കാണിക്കണ്ടേ. ഞങ്ങളെ കാണാതെ അമ്മയ്ക്ക് അച്ഛൻ വാരി കൊടുക്കുന്നതൊക്കെ ഞങ്ങൾക്കറിയാം. ഒന്ന് പോടാ. അപ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്കും ഭയങ്കര നാണം തോന്നുകയാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ എന്താച്ചാ കൂടുതൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പറയുന്നത് പോലെ അങ്ങോട്ട് ചെയ്താൽ മതി അച്ഛനും ഊട്ടി കൊടുക്കണം. ശരി ഊട്ടി കൊടുക്കാം. അങ്ങനെ അവരവരുടെ ഭാര്യമാർക്കൊക്കെ ഊട്ടി കൊടുക്കുകയാണ്. ഇത് ഫോട്ടോ കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഈ ക്യാമറാമാൻ പറയാണ് ഇനിയിപ്പോൾ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ഊട്ടി കൊടുത്തല്ലോ, അതേപോലെ തന്നെ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് ഊട്ടി കൊടുക്കണം. താനാള് കൊള്ളാലാടോ. ഇത് നല്ലൊരു ഐഡിയ തന്നെയാണ്. അപ്പോൾ എന്താ നമുക്ക് തുടങ്ങിയാലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നല്ലൊരു സീനൊക്കെ വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി കൊടുക്കാം. അങ്ങനെ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞു. പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ വരികയായിരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് രണ്ടുപേരിരുന്ന് ഈ പെണ്ണിനെ കുറ്റം പറയുകയാണ്. ഇവരെ ആദ്യം ഒളിച്ചോടി പോയതാണ്, നമുക്കറിയാമോ? ആ പെണ്ണ് ശരിയല്ലെന്നേ. ആ പെണ്ണ് ആകെ കള്ളത്തരം കാണിച്ചു കൂട്ടുന്ന പെണ്ണാണ്. കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു ചെറുക്കൻ്റെ ഒപ്പം ഒളിച്ചോടി പോയി. അവനോടൊപ്പം ഒരു ദിവസം കഴിഞ്ഞല്ലേ. അപ്പം നമുക്കറിയാലോ എവിടത്തോളം പോകുമെന്ന്. അതെ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. പെണ്ണ് ഗർഭിണിയായത് കൊണ്ടാണ് അവനെ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താമെന്നും പറഞ്ഞത്. ഇത് കേട്ട സച്ചിക്ക് സഹിക്കാൻ പറ്റില്ല. സച്ചിയാണെങ്കിൽ അവനിട്ട് പോതിരെ അടിയടിക്കണം. എന്താടാ നീ പറഞ്ഞത്? നീ എന്ത് അനാവശ്യമാടാ പറഞ്ഞത്? നീ ആരാടതൊക്കെ ചോദിക്കാൻ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനേ ആ പെണ്ണിൻ്റെ ആങ്ങളെയാണ്. എൻ്റെ പെങ്ങളെക്കുറിച്ചാണ് നീ ഇത്ര നേരം അനാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിച്ചോടാ എന്ന് പറഞ്ഞോണ്ട് കണക്കിന് കൊടുക്കാം. പോയിക്കോളണം ഇവിടുന്ന്, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് ഈ സച്ചി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ടും വൈരാഗ്യം കൂടുക. അപ്പോൾ വൈരാഗ്യം കൂടി ഇങ്ങനെ കവളിലൊക്കെ ഇങ്ങനെ തടക്കിയിട്ട് ഇവൻ എന്നെ അടിച്ചില്ലേ, ഇവനിട്ട് 8ൻ്റെ പണി കൊടുത്തു തന്നെ മതിയാവുള്ളൂ, ഇവനിട്ട് കൊടുക്കണോടെ പണി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടും കൂടി പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി അച്ഛനോട് പറയണം, ഇപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞല്ലോ, അച്ഛൻ മരുന്ന് കഴിച്ചായിരുന്നോ? അയ്യോ ഇല്ലടാ മരുന്ന് ഞാൻ കഴിച്ചില്ല. എന്ത് പണിയാണ് കാണിച്ചത്? അച്ഛനെന്താ മരുന്ന് കഴിക്കാതിരുന്നത്? ഇതെല്ലാം ഞാൻ ഓർമ്മിപ്പിക്കണോ അല്ലേ? ഞാനിപ്പോൾ ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാം, അടുക്കളയിലുണ്ടല്ലോ ചൂടുവെള്ളം, ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിവിടെ ശ്രുതി ഞെട്ടിപ്പോവാണ്. എൻ്റെ ദൈവം, അടുക്കളയിലേക്ക് വീണ്ടും പോവാണ്. ബീരാൻ കണ്ടു കഴിഞ്ഞാൽ പണി കിട്ടും. അങ്ങനെ ശ്രുതി പെട്ടെന്ന് ബീരാനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബീരാനാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് നടക്കുകയാണ്. എടാ ആ ഫുഡ് അടുക്കി പിടിച്ചടാ, ഇളക്കി കൊടുക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഇളക്കി കൊടുക്കാനായിട്ടൊക്കെ പറയണം. പെട്ടെന്നാണ് ചെറിയൊരു ശബ്ദം കേൾക്കുന്നത്, ഫോൺ അടിക്കുന്നത്. എന്താ ശ്രുതി? ഞാൻ ഇവിടെ നിന്ന് മടുത്തു ശ്രുതി. എൻ്റെ പെങ്ങളുടെ മോക്കടെ കല്യാണമായിട്ട് എനിക്കൊന്ന് കൂടാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇതെന്തൊരു അവസ്ഥയാണ്. അയ്യോ ബീരാനെ
ബീരാനെ സച്ചി ഇപ്പം അങ്ങോട്ട് വരുന്നുണ്ട്, സച്ചിയുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ താൻ കാലിയാ, അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചോ എന്ന് പറയുകയാണ് ശ്രുതി. അപ്പോഴേക്കും ബീരാന് ഭയങ്കര വെപ്രാളമായി. ബീരാനാണെങ്കിൽ അവിടെ ഒരു ഇത് ബിരിയാണി ചെമ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ബിരിയാണി ചെമ്പിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കുകയാണ്, ആരും കണ്ടുമില്ല. അപ്പോൾ ദേ സച്ചി വരികയാണ്. സച്ചി വന്നിട്ട് ആ ചേട്ടാ കുറച്ച് വെള്ളം തരാമോ? അയ്യോ കുളിക്കാനുള്ള വെള്ളമൊക്കെ അവിടെ ഉണ്ടല്ലോ. അയ്യോ കുളിക്കാനല്ല ചേട്ടാ, ഇത്തിരി ചൂടുവെള്ളം കുടിക്കാൻ, അച്ഛന് മരുന്ന് കഴിക്കാൻ വേണ്ടിയാണേ. ഓ അതിനായിരുന്നോ? ആ ശരി ശരി ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിക്ക് വെള്ളം എടുത്ത് കൊടുക്കുക. ഈ സമയം തന്നെ ഈ പാചകക്കാരനാണെങ്കിൽ പാചകക്കാരൻ ഒരു കോൾ വരികയാണ്. അപ്പോഴേ കോൾ വിളിച്ചിട്ട് ആ ശരിയടി ഞാനിവിടെ കല്യാണ പന്തലിലാടി എന്ന് പറഞ്ഞുകൊണ്ട് ആ ബിരിയാണി ചെമ്പിൻ്റെ, അതായത് നമ്മുടെ ബീരാൻ ഒളിച്ചിരിക്കുന്ന ആ ബിരിയാണി ചെമ്പിൻ്റെ പുറത്ത് കയറിയാണ് ഇയാൾ ഇരിക്കുന്നത്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബീരാനാണെങ്കിൽ എടാ എൻ്റെ നെഞ്ചത്തിരുന്നതിനിടെ നിനക്ക് സംസാരിക്കണമല്ലോ എടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ സച്ചി മരുന്ന് കൊണ്ടേ കൊടുക്കുക, മരുന്ന് കൊണ്ടേ കൊടുത്തിട്ട് അച്ഛൻ മരുന്നും കഴിക്കുക. അപ്പോൾ ഇവിടെ ഒരാളുണ്ട്, ഞാനില്ലെങ്കിൽ ആരും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഇനിയിപ്പോൾ ഭാര്യ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മക്കളെല്ലാം വലുതായില്ലേ, അപ്പം മക്കൾക്കും അച്ഛൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് അവിടെ വലിയൊരു തർക്കം ഉണ്ടാവുക. അങ്ങനെ ഇവർ ശരി ശരി ഇനി അതെല്ലാം വിട്ടേരെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ കല്യാണ പന്തലിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക. മുന്നിലിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ദാ വരുന്ന രണ്ടെണ്ണം. ഇതേടാ അവൻ നമ്മളെ തല്ലിയവൻ അവിടെ നിൽക്കുന്നുണ്ട്, കൊടുത്താലോ? ഇപ്പം കൊടുക്കണ്ട, അവിടെ വെച്ച് കൊടുത്താൽ ശരിയാവില്ല, നമുക്ക് മാറ്റി വിളിച്ചുകൊണ്ട് പോയി കൊടുത്താൽ മതി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുക. സച്ചിയുടെ അടുത്ത് ചെന്നിട്ട് എടാ നിന്നോടൊന്ന് കുറച്ച് സംസാരിക്കാനുണ്ട്, നീ വന്നണ്ടേ? മനസ്സിലായി എന്തിനാ സംസാരിക്കാനുള്ളതെന്ന്. നിങ്ങളെന്താ വിചാരിച്ചത് ഞാൻ പേടിച്ചു ഓടുമെന്നോ? അങ്ങനെ പേടിച്ചോടുന്ന ഒരാളല്ല സച്ചി, മനസ്സിലായല്ലോ? അതുകൊണ്ട് ഞാൻ വന്നേക്കാം, നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. എടാ സച്ചി എന്താടാ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊരു പ്രശ്നമാണ് അച്ഛാ. എന്താടാ നീ അവരെ തല്ലിയോ? തല്ലി. അപ്പോഴേക്കും ചന്ദ്ര പറയണം ഇവനൊക്കൊന്നും ഒരിക്കലും നന്നാവില്ല, ഇവൻ്റെ പഴയ സ്വഭാവം തന്നെയാണ്, എത്ര പറഞ്ഞാലും നന്നാവില്ല. ഞാൻ വിചാരിച്ചത് ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇവൻ കുടിക്കാതെ തന്നെ തല്ലാൻ തുടങ്ങി. ഇനിയിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ രേവതിയും കൈ തലേ വെക്കുകയാണ്. ഇതെന്തൊരു അവസ്ഥയാണെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അച്ഛാ ഞാൻ പറയാം അച്ഛാ, ഇതങ്ങനത്തെ മാറ്റർ അല്ല അച്ഛാ. ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അവനെ ചിലപ്പോൾ രണ്ടു പിടിച്ച് തല്ലിന്ന് വരും. ഞാൻ ഏതായാലും വരാം അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.